പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവത്തിനെ ചിന്തയ്ക്ക് വേണ്ടി ഒരു ദൈവത്തിന ഭാഗം വായിക്കുന്നു. യോബിൻ്റെ പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. അവൻ്റെ അസ്ഥികളിൽ യൗവനം നിറഞ്ഞിരിക്കുന്നു, അവ അവനോടുകൂടെ പൊടിയിൽ കിടക്കും. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന് ഈ സമയം ദൈവത്തിനെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ ദൈവത്തിന് ഒരു ആശ്വാസകരമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പം നാം വായിച്ച വചനം അവൻ്റെ അസ്ഥികളിൽ യൗവനം നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഇവിടെ സോഫറിൻ്റെ രണ്ടാമത്തെ പ്രതിവാദമാണ് യോബിനോടുള്ളത്. ദുഷ്ടന്മാർക്ക് വരാൻ പോകുന്ന ശിക്ഷാവിധിയെപ്പറ്റിയാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഹല്ലേലൂയ. യോബിനെതിരായി ദുരാരോപണം ഉന്നയിച്ചവരെ ദൈവം ശിക്ഷിക്കും, അവർക്ക് ന്യായവിധി ഉണ്ടാകുമെന്ന് യോബിൻ്റെ പുസ്തകം 19-ാം അധ്യായം 28-29 വാക്യങ്ങൾ വായിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് യോബ് പറഞ്ഞപ്പോൾ സോഫറിൻ്റെ രക്തത്തിന് ചൂട് പിടിച്ചു. താൻ പെട്ടെന്ന് തനിക്കൊരു കരി കയറുകയാണ്. അപ്പോൾ താൻ അതിന് യോബിനെതിരെ ദുരാരോപണം കൊണ്ടുവരികയാണ്. യോബിൻ്റെ പുസ്തകം 20-ാം അധ്യായം 16-ാം വാക്യം വായിക്കൊണ്ട് അവൻ സർപ്പവിഷം നുകരും, അണലിയുടെ നാവ് അവനെ കൊല്ലും എന്ന് പറഞ്ഞാൽ ഉഗ്രവിഷമുള്ള രക്തയണലി കടിച്ചത് മൂലമുണ്ടായ വ്രണമായിരിക്കും യോബിൻ്റെ ദേഹത്തിൽ പ്രത്യക്ഷമായതെന്ന് പറഞ്ഞ് യോബിനെ ആമേനലിയെ തകർക്കാൻ ശ്രമിക്കുക. യോബിൻ്റെ മനസ്സിനെ ഇടിക്കുവാൻ ശ്രമിക്കുക. അവിടെയാണ് അല്ലൊരു യോബ് പറയുന്നത്, സ്തോത്രം, അവൻ്റെ അസ്ഥികളിൽ യൗവനം നിറഞ്ഞിരിക്കുന്നു. അത് സോഫർ എത്രമാത്രം ദുരാരോപണങ്ങൾ കൊണ്ടുവന്നാലും ആലോചനകൾ കൊണ്ടുവന്നാലും ഭക്തൻ പറയുന്നത് അല്ലരിയ എൻ്റെ അസ്ഥികളിൽ അല്ലാതെ യോബിൻ്റെ അസ്ഥികളിൽ യൗവനം നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകൽ ദൈവവചനം കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നിങ്ങൾ ദേശത്തിൻ്റെ രാജ്യത്തിൻ്റെ ഏത് ഭാഗങ്ങളിലിരുന്ന് ദൈവവചനം കേട്ടാലും ഹല്ലേലൂയ, ശത്രുവായിരിക്കുന്ന ദുഷ്ടൻ പിശാച് നിങ്ങൾക്കെതിരെ പലവിധമായ ദുരാരോപണം കൊണ്ടുവരുമ്പോൾ, പിശാച് നിങ്ങൾക്കെതിരെ പലവിധമായ ആക്രമണ വാക്കുകൾ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ യോബ് പറഞ്ഞതുപോലെ പറയണം, എൻ്റെ അസ്ഥികളിൽ യൗവനം നിറഞ്ഞിരിക്കുന്നു എന്ന്. ഹല്ലേലൂയ. അപ്പം നമ്മുടെ അസ്ഥികളിൽ യൗവനം നിറഞ്ഞിരിക്കുന്നുവെന്ന് നമുക്ക് ഉറക്കെ പറയുവാൻ കഴിയുന്നെങ്കിൽ പിശാചിന് അവിടെ നമ്മളെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. അത് യോബിനെ ഏതോ ഉഗ്രവിഷമുള്ള ദുഷ്ട സർപ്പം അണലി കടിച്ച് യോബിൻ്റെ ശരീരത്തിൽ ഇത്രമാത്രം മാരകമായ വേദന വന്നു. അതാണ് തനിക്കിതെല്ലാം വന്നതെന്ന് സോഫർ തൻ്റെ മേൽ ദുരാരോപണം അടിച്ചേൽപ്പിക്കുമ്പോൾ യോബ് തളർന്നു പോകുന്നില്ല. കാരണം യോബ് ദൈവത്തെ തെരഞ്ഞെടുക്കപ്പെട്ട ഭക്തനാണ്. ഹല്ലേലൂയ. അതേപോലെ ദൈവം തെരഞ്ഞെടുത്ത ഭക്തൻ്റെ നേരെ എപ്പോഴും ആക്രോശത്തിൻ്റെ വാക്കുകൾ കടന്നു വരും, വെല്ലുവിളികൾ കടന്നു വരും. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഭക്തനെ പോലെ പറയുവാൻ കഴിയണം, ഹല്ലേലൂയ, അവൻ്റെ അസ്ഥികളിൽ യൗവനം നിറഞ്ഞിരിക്കുന്നു. അതേപോലെ ഇത് നിങ്ങളുടെ അസ്ഥികളിൽ യൗവനം നിറഞ്ഞിരിക്കണം. നാം ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ കാണുന്നത്, സ്തോത്രം, ചിലരുടെ അസ്ഥികളിൽ യൗവനം നിറഞ്ഞിരിക്കുന്നു, ചിലരുടെ അസ്ഥികളിൽ എന്താണ്? അഭിഷേകം നിറഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ നാം ദൈവവചനത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ അസ്ഥികളിൽ അഭിഷേകം നിറഞ്ഞിരിക്കണം. ഹല്ലേലൂയ. നമ്മുടെ അസ്ഥികളിൽ യൗവനം നിറഞ്ഞിരിക്കണം. ഈ ലോക ജീവിതത്തിനകത്ത് ഞാനും നിങ്ങളിവിടെ ആയിരിക്കുമ്പോൾ നാം നമ്മുടെ ശരീരത്തെ നഷ്ടപ്പെടുത്തി കളയാതെ നാം ദൈവസന്നിധിയിൽ എന്ത് ചെയ്യണം? നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. യെഹെസ്കേലിന്റെ പുസ്തകം 32-ാം അധ്യായം ഹല്ലേലൂയ, സ്തോത്രം, അതിൻ്റെ 27-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നാം കാണുന്നുണ്ട്, അവർ ജീവനുള്ളവരുടെ ദേശത്ത് വീരന്മാർക്ക് ഭീതി ആയിരുന്നത് കൊണ്ട് തങ്ങളുടെ അകൃത്യങ്ങളെ അസ്ഥികളിന്മേൽ ചുമന്നും തങ്ങളുടെ വാളുകളെ തലയ്ക്ക് കീഴെ വെച്ചും കൊണ്ട് അഗ്രചർമ്മികളാൽ പട്ടുപോയ വീരന്മാരായി പടക്കോപ്പോടുകൂടെ പാതാളത്തിലിറങ്ങിയവരുടെ കൂട്ടത്തിൽ കിടക്കേണ്ടതല്ലയോ? അപ്പം ചിലരുടെ അകൃത്യങ്ങൾ അവർ അസ്ഥികളിൽ ചുമന്നുകൊണ്ട് നടക്കുകയാണ്. യെഹെസ്കേലിന്റെ പുസ്തകം 32-ാം അധ്യായം എന്ന് പറയുന്നത് മിസ്രയീമിന്റെ നാശത്തെക്കുറിച്ച് ഓർത്തുള്ള വിലാപമാണ്. മിസ്രയീമിന്റെ നാശത്തെ ഓർത്തുള്ള വിലാപമാണ്. അവിടെ ദൈവവചനം വായിച്ചു യെഹെസ്കേൽ പറയുകയാണ്, ചിലരുടെ അകൃത്യങ്ങളുടെ അസ്ഥികളിൽ ചുമന്നുകൊണ്ട് നടക്കുന്നു എന്ന്. അതേപോലെ ഈ ദൈവവചനം വായിക്കുമ്പോൾ ഇന്നും നമുക്ക് കാണാൻ കഴിയുന്നത്, പലരുടെയും ജീവിതം പരിശോധിക്കുമ്പോൾ പലരുടെയും ജീവിതത്തിൽ പാപം അവർ അസ്ഥികളിൽ കൂടിയിട്ട് അവരത് ചുമന്നുകൊണ്ട് നടക്കുകയാണ്. ഹല്ലേലൂയ. നമ്മൾ ചില മനുഷ്യരെയൊക്കെ നോക്കി നമുക്കറിയാം, ചില മനുഷ്യർക്ക് എങ്ങും ഇരിപ്പുറയ്ക്കത്തില്ല. അവർ വീടിനകത്താണെങ്കിൽ പൊതുസ്ഥലത്താണെങ്കിൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കും.
രണ്ട് കൈയും തലയിൽ കെട്ടി എന്തോ നഷ്ടപ്പെട്ടു പോയതുപോലെ, എന്തോ അവർക്ക് കളവ് പോയതുപോലെ അവരിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. കാരണം അവരുടെ അസ്ഥികളിൽ പാപം കയറിയതുകൊണ്ട്, അസ്ഥികളിൽ പാപം വസിക്കുന്ന അവർക്ക് സ്വസ്ഥതയില്ല. ഹല്ലേലൂയ. അങ്ങനെ ഒരു നല്ലൊരു കൂട്ടം ജനത്തെ നമുക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ നടുവിലാണ് നമ്മുടെ ഭക്തനായ ഇയ്യോബ് പറഞ്ഞത്, അവൻ്റെ അസ്ഥികളിൽ യൗവനം നിറഞ്ഞിരിക്കുന്നു എന്ന്. അതേപോലെ ഈ പാപം നമ്മുടെ ജീവിതത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ, അസ്ഥികളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്വസ്ഥത നഷ്ടപ്പെട്ടു പോകും. നാം ഈ പല സ്ഥലങ്ങളിൽ കടന്നൊക്കെ ചെല്ലുമ്പോൾ, പലരുമായിട്ട് നാം സംസാരിക്കുമ്പോൾ നമുക്ക് പലരുടെ സ്വഭാവം പഠിക്കാൻ കഴിയും. ചിലർക്ക് പാപം ചെയ്തില്ലെങ്കിൽ ഉറങ്ങാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. പാപം ചെയ്തെങ്കിൽ മാത്രമേ ചിലർക്ക് തൃപ്തിയാകത്തുള്ളൂ. അവരതിൽ തന്നെ ജനിച്ചവരാണ്, അതിൽ തന്നെ വസിക്കുന്നവരാണ്. അവർക്കൊരിക്കലും പാപമില്ലാത്ത ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അതേപോലെ ഈ പാപം നമ്മെ വശത്താക്കിയാൽ അത് നമ്മെ മരണത്തിലേക്ക് നയിക്കും. ഹല്ലേലൂയ. പാപം മുഖാന്തരം പലരും വേദനിക്കുന്ന അനുഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. പാപം മുഖാന്തരം പലരും തകർന്നു പോയത് കണ്ടിട്ടുണ്ട്. പാപം മുഖാന്തരം കുടുംബം തകർന്നത് കണ്ടിട്ടുണ്ട്. പാപം മുഖാന്തരം ചില പ്രസ്ഥാനങ്ങൾ പോലും തകർന്നടിയുന്ന കാഴ്ചകൾ ഈ കാലഘട്ടത്തിൽ കാണാൻ കഴിയും. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, സഹോദര, സഹോദരി, നിങ്ങളുടെ ആസ്തികളിൽ യൗവനത്തിൻ്റെ അനുഭവമായിരിക്കണം. നിങ്ങളുടെ ആസ്തികളിൽ അഭിഷേകത്തിൻ്റെ നിറവുണ്ടായിരിക്കണം. അങ്ങനെ നിങ്ങളുടെ യൗവനത്തിൽ നിങ്ങളുടെ ആസ്തികളിൽ യൗവനവും നിങ്ങളുടെ അസ്ഥികളിൽ അഭിഷേകം കൊണ്ട് നിറയപ്പെട്ട വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് പാപത്തെ ജയിക്കാൻ കഴിയും. ഹല്ലേലൂയ. പാപം ചെയ്യുന്ന ദേഹി മരിക്കുമെന്നാണ് ദൈവവചനം പറയുന്നത്. അതേപോലെ പാപം ചെയ്യുന്ന വ്യക്തി ഹല്ലേലൂയ എപ്പോഴും ദൈവത്തിൽ അകന്നവനായിരിക്കും. അവർക്ക് ദൈവമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ നമ്മൾ ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ കാണുന്നത് അവൻ്റെ അസ്ഥികളിൽ യൗവനം നിറഞ്ഞിരിക്കുന്നു. പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിൽ നാം ഈ ദൈവവചനം വായിക്കുമ്പോൾ പ്രിയ മാനവകുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരമായി പിതാവായി ദൈവം തൻ്റെ പുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഭൂമിയിൽ അയച്ചു. ഹല്ലേലൂയ. സ്വർഗത്തിലെ സകല മഹിമകളും വെടിഞ്ഞ് ഭൂമിയിലേക്ക് വന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തു 33.5 തിരുവയസ്സോടെ ജീവിച്ചു. ഹല്ലേലൂയ. 33.5 തിരുവയസ്സോടെ ജീവിച്ച് 30-ാമത്തെ വയസ്സ് യോഹന്നാനെ സ്നാനമേറ്റ് തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ 3.5 വർഷം. ഹല്ലേലൂയ. യേശു കടന്നുപോയ മേഖലകളിലെല്ലാം തൻ്റെ അസ്ഥികളിൽ പാപം പ്രവേശിക്കാതെ, പാപത്തിൻ്റെ കറപുരളാതെ, പാപത്തിൻ്റെ വാക്കുകൾ തന്നിൽ വരാതെ, പാപം തന്നിൽ പ്രവേശിക്കാതെ തൻ്റെ അസ്ഥികളിൽ 33.5 തിരുവയസ്സുകാരൻ്റെ യൗവനം നിലനിന്നതുപോലെ. ഹല്ലേലൂയ. യേശുക്രിസ്തുവിൻ്റെ ആസ്തികളിൽ പിതാവായ ദൈവത്തിൻ്റെ അഭിഷേകം നിലനിന്നതുപോലെ പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിൽ ഞാൻ പറയട്ടെ പ്രിയരെ, 33.5 തിരുവയസ്സുകാരൻ്റെ യൗവനം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിൻ്റെ 33 തിരുവയസ്സിൻ്റെ യൗവനം, ആ യൗവനത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അസ്ഥികളിൽ നിറഞ്ഞെന്ന അഭിഷേകം ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. സ്തോത്രം. എന്നെ കേൾക്കുന്ന സഹോദര, സഹോദരി, പ്രിയ മാതാവേ, പിതാവേ, 33 തിരുവയസ്സുകാരനായിരിക്കും നമ്മുടെ കർത്താവ് പാപം ചെയ്യാതെ 33 തിരുവയസ്സുവിടെ ജീവിച്ചതുപോലെ. ഹല്ലേലൂയ. ഒരുവൻ ക്രിസ്തുവിനെ അറിയുന്ന ക്രിസ്തുവിലേക്കും വന്നു കഴിഞ്ഞാൽ അവൻ്റെ അവൻ്റെ അസ്ഥികളിൽ യൗവനം തന്നെ നിറഞ്ഞു നിൽക്കണം. യേശുക്രിസ്തുവിലുള്ള യൗവനം നിറഞ്ഞു നിൽക്കണം. യേശുക്രിസ്തു അഭിഷേകം നിറഞ്ഞു നിൽക്കണമെന്നുള്ളതാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. യേശുക്രിസ്തു കടന്നുപോയ വഴികളിലെല്ലാം തൻ്റെ ജീവിതത്തെ ക്രമീകരിച്ചു എന്നുള്ളതാണ്. പാപം തന്നെ പ്രവേശിക്കാതെ ഇന്ന് പകൽ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സ്നേഹിതരെ, നിങ്ങൾ ആ ക്രിസ്തുവിനെ പോലെയാകണം. ഒരുപക്ഷെ നിങ്ങൾക്ക് 60, 70, 80, 85 വയസ്സായിരിക്കാം. ഒരുപക്ഷെ അതിന് കൂടുതലായിരിക്കാം. ഇനി പോട്ട് ചെറിയ ശൈശവത്തിലുള്ളത് തൊട്ട് നമ്മൾ മുമ്പോട്ട് നോക്കിയാലും പ്രായമല്ല ഇവിടെ വിഷയം. ഹല്ലേലൂയ. നിങ്ങളുടെ ആസ്തികളിൽ യൗവനം നിറഞ്ഞു നിൽക്കണം. നിങ്ങളുടെ ആസ്തികളിൽ അഭിഷേകം നിറഞ്ഞു നിൽക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അപ്പം നിങ്ങളുടെ യൗവനത്തിൽ ഹല്ലേലൂയ നിങ്ങൾ പാപം ചെയ്യരുത്. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. ഞാൻ ഇപ്പം പറഞ്ഞല്ലോ. സ്തോത്രം. നമ്മൾ പാപമില്ലാത്തൊരു ജീവിതം നയിക്കണമെന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. യോബിനെ കുറിച്ച് നമുക്കറിയാം. യോബ് വർഷാന്തരത്തിൻ്റെ മക്കളൊക്കെ പാപം ചെയ്തു എന്ന് തനിക്ക് ബോധ്യം വരുന്നത് കൊണ്ട് താൻ എന്ത് ചെയ്തില്ല, മക്കൾക്ക് വേണ്ടി എല്ലാ വർഷവും അവരെല്ലാം വിളിച്ചു കൂട്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥന കഴിച്ചവനായി നടത്തിയിരുന്ന കാണാൻ കഴിയുന്നുണ്ട്. അത്രയ്ക്കും ഭക്തനായിരുന്നു യോബ് എന്ന് പറയുന്ന
മനുഷ്യൻ, ആ ഭക്തനായ മനുഷ്യന് നേരെയാണ് ഇത്രമാത്രം ദുരാലോചനകൾ, ദുരാരോപണങ്ങൾ സോബർ കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നത്. അത് ഇന്ന് പകൽ ദൈവത്തിന് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സ്നേഹിതരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ദുരാരോപണങ്ങളൊക്കെ കടന്നു വരുമ്പോൾ, ആരോപണങ്ങൾ കടന്നു വരുമ്പോൾ നിങ്ങൾ അതിൽ വീണു പോകാതെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ യൗവനത്തിൽ യൗവനം നിങ്ങളുടെ അസ്ഥികളിൽ വസിക്കണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ അഭിഷേകം നിങ്ങളുടെ അസ്ഥികളിൽ വസിക്കണം. അല്ലെങ്കിൽ രക്തം ചെയ്യാം. അതുകൊണ്ട് നമ്മൾ പാപത്തിലേക്ക് പോകരുത്, പാപത്തിൻ്റെ പ്രലോഭനത്തിലേക്ക് നമ്മൾ പോകരുത്. പാപത്തിൻ്റെ വാതിൽക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിന്നോട് ആകുന്നു എന്നാണ് കായിനുള്ള ബന്ധത്തിൽ നാം വായിക്കുന്നത്. സ്തോത്രം. അതേ പ്രിയരെ, പാപം നമ്മുടെ ജീവിതത്തിൽ പ്രവേശിച്ച നാം ദൈവത്തിന് അകന്നു പോകും, സ്വർഗരാജ്യം നമുക്ക് നഷ്ടപ്പെടും. ഹല്ലേലൂയ. ഇന്ന് പകൽ നമുക്ക് ആ ദൈവവചനത്തിലേക്ക് മടങ്ങി വരുവാൻ കഴിയട്ടെ. അപ്പം ചിലരുടെ അസ്ഥികളിൽ അഭിഷേകം നിറഞ്ഞു നിൽക്കുന്നു, ചിലരുടെ അസ്ഥികളിൽ യൗവനം നിറഞ്ഞു നിൽക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഒരു ഭക്തന്റെ അസ്ഥികളിൽ എന്താണ്? യേശുക്രിസ്തുവിലുള്ള യൗവനവും ആ അഭിഷേകവും നിറഞ്ഞു നിൽക്കും. എന്നാൽ ചിലരുടെ അസ്ഥികളിൽ പാപം നിറഞ്ഞു നിൽക്കും. അതുകൊണ്ടാണ് ചിലരുടെ അസ്ഥികളിൽ പാപം ചുമന്നുകൊണ്ട് നടക്കും. നമ്മൾ അസ്ഥിയിൽ വായിച്ചത്. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുന്നു, കാണുന്നുണ്ട്. സങ്കീർത്തന പുസ്തകം 38 അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം വായിക്കുന്നത്, നിന്റെ നീരസം ഹേതുവായി എൻ്റെ ദേഹത്തിൽ സൗഖ്യമില്ല, എൻ്റെ പാപഹേതുവായി എൻ്റെ അസ്ഥികളിൽ സ്വസ്ഥതയുമില്ലെന്ന്. സങ്കീർത്തനക്കാരനായിരിക്കുന്ന ദാവീദിന്റെ ജീവിതത്തിൽ പാപം പ്രവേശിച്ചു. ഒരു ദിവസം തൻ്റെ രാജധാനിയുടെ മാളിക മുകളിൽ ഹല്ലേലൂയ സ്തോത്രം താൻ ഉലാവിക്കൊണ്ടിരിക്കുമ്പോൾ ഊരിയാവിൻ്റെ ഭാര്യയെ കണ്ട് തനിക്ക് മോഹം വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ ആ ഊരിയാവിൻ്റെ ഭാര്യ മുഖാന്തരം തൻ്റെ ജീവിതത്തിൽ പാപം കടന്നുകൂടി. ഹല്ലേലൂയ. ഊരിയാവിനെ യുദ്ധത്തിൽ വാളിനേൽപ്പിച്ചു കൊടുത്തു. സ്തോത്രം. തന്മുഖാന്തരം ദാവീദിന്റെ ജീവിതത്തിൽ പാപം പ്രവേശിച്ചു. പാപം പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ തൻ്റെ അസ്ഥികളിൽ തനിക്ക് സ്വസ്ഥതയില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറഞ്ഞത്, പാപം മുഖാന്തരം അസ്ഥികളിൽ സ്വസ്ഥതയില്ലാതായിപ്പോയ ദാവീദിന്റെ ജീവിതത്തിനകത്ത് എത്രമാത്രം കഠിനമായ അനുഭവങ്ങളാണ് വന്നതെന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കണം. ഹല്ലേലൂയ. അതേപോലെ ഇന്ന് പകൽ ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സ്നേഹിതരെ, നിങ്ങളുടെ അസ്ഥികളിൽ പാപം പ്രവേശിക്കാതെ, നിങ്ങളുടെ അസ്ഥികളിൽ ശാപങ്ങൾ കടന്നുകൂടാതെ, നിങ്ങളുടെ അസ്ഥികളിൽ യൗവനം നിലനിൽക്കണമെന്നാണ് ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ ആഗ്രഹിക്കുന്നത്. രക്തം ചെയ്യാം. ഹല്ലേലൂയ. അപ്പം പാപം നമ്മളിലേക്ക് പ്രവേശിക്കാൻ പാടില്ല. പാപത്തിൻ്റെ കണികൾ പോലും നമ്മൾ വരാൻ പാടില്ല. പാപത്തിൻ്റെ അംശം പോലും നമ്മൾ വരാൻ പാടില്ല. പാപത്തിൻ്റെ ചിന്തകൾ നമ്മൾ വസിക്കരുത്. ഹല്ലേലൂയ. ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്ത ജീവനും സമാധാനവും എന്നാണ്. അതേപോലെ ഇന്ന് പകൽ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് മടങ്ങി വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, പാപമംഗലമായ ജീവിതത്തിൽ നിങ്ങൾ വസിച്ച് നിങ്ങളെ തന്നെ നശിപ്പിച്ച് കളയരുത്. ദാവീദിന്റെ ജീവിതത്തിനകത്ത് പാപം വന്നു കഴിഞ്ഞപ്പോൾ തൻ്റെ അസ്ഥികളിൽ സ്വസ്ഥതയില്ലാതെ വന്നതുപോലെ ഹല്ലേലൂയ ഇന്ന് പകൽ പ്രിയരെ, നമ്മുടെ ആത്മീയ ജീവിതത്തിനകത്ത് പാപം പ്രവേശിപ്പാൻ കാരണമാകരുത്. ഹല്ലേലൂയ. അപ്പം ദാവീദ് പറയുകയാണ്, ഹല്ലേലൂയ സ്തോത്രം, എൻ്റെ പാപഹേതുവായി എൻ്റെ അസ്ഥികളിൽ സ്വസ്ഥതയില്ലെന്ന്. ഹല്ലേലൂയ. ആ ദൈവവചനം വായിക്കുന്നു, കണ്ണിന് ഇമ്പകരമായ പാപം ഹല്ലേലൂയ ഹൃദയത്തെ നിരാശപ്പെടുത്തും. ഹല്ലേലൂയ. കണ്ണിന് ഇമ്പകരമായ പാപം ഹൃദയത്തെ നിരാശപ്പെടുത്തും. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. അസ്ഥികളെ ഉരുക്കിക്കളയും. സ്തോത്രം. ഹല്ലേലൂയ. അത് തലയ്ക്ക് മീതെ കവിയുവാൻ കാരണമാകും. അതാണ് ദാവീദ് പറഞ്ഞത്. തൻ്റെ ഉള്ളിലേക്ക് പാപം കടന്നു വന്ന് കഴിഞ്ഞപ്പോൾ തൻ്റെ ഹൃദയത്തെ നിരാശപ്പെടുത്തി ഹല്ലേലൂയ തൻ്റെ അസ്ഥികളെ ഉരുക്കി തലയ്ക്ക് മീതെ കവിഞ്ഞു. അങ്ങനെ പാപബോധം ഉണ്ടായ മനുഷ്യന്റെ അനുതാപത്തിന്റെ വാക്കുകളാണ് നാം 38-ാം സങ്കീർത്തനം 3-ാം വാക്യം വായിച്ചത്. എൻ്റെ പാപം ഹേതുവായി എൻ്റെ അസ്ഥികളിൽ സ്വസ്ഥതയില്ല. അതെ, ഇന്ന് പകൽ ദൈവവചനം കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, യോബെന്ന് പറഞ്ഞ ഭക്തൻ പറഞ്ഞതുപോലെ നമുക്ക് പറയുവാൻ കഴിയണം, അവന്റെ അസ്ഥികളിൽ യൗവനം നിറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് പകൽ നമ്മുടെ അസ്ഥികളിൽ യൗവനം നിറഞ്ഞിരിക്കണം. നമ്മുടെ അസ്ഥികളിൽ അഭിഷേകം നിറഞ്ഞിരിക്കണം. കർത്താവായ യേശുക്രിസ്തുവിന്റെ 33 തിരുവയസ്സിൽ തന്റെ അസ്ഥികളിൽ യൗവനം നിറഞ്ഞിരുന്ന പോലെ, തന്റെ അസ്ഥികളിൽ അഭിഷേകം നിറഞ്ഞിരുന്ന പോലെ ഇന്ന് പകൽ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് പാപത്തെ നിങ്ങൾ വിട്ട് പാപത്തോട് നിങ്ങൾ വിട പറയണം. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ നമുക്ക് വചനം വായിക്കുമ്പോൾ പഴയ നിയമത്തിലെ യോസേപ്പിനെ നമുക്കറിയാൻ കഴിയും. യോസേപ്പിന്റെ ജീവിതത്തിൽ പാപം വന്നു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ പാപം തന്റെ അസ്ഥികളിൽ പ്രവേശിക്കാതിരിക്കുവാൻ, പാപം മുഖാന്തരം തന്റെ അസ്ഥികൾക്ക് സ്വസ്ഥത കെടുത്താതിരിക്കാൻ വേണ്ടി യോസേപ്പ് തന്റെ വസ്ത്രം ഉപേക്ഷിച്ച് ഓടേണ്ടി വന്നു. ഹല്ലേലൂയ.
അതേപോലെ പാപത്തെ നിങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ, പാപം നിങ്ങളുടെ ജീവിതത്തേക്ക് വരുമ്പോൾ നിങ്ങൾ ഓടി മറയേണ്ട സ്ഥാനത്ത് ഓടി മറഞ്ഞോണം. അല്ലേലിയ. അവിടെ നിങ്ങൾ നിൽക്കരുത്. അവിടെ നിങ്ങൾ നിന്ന് ശ്രദ്ധിക്കാൻ പോകരുത്. അങ്ങനെ ശ്രദ്ധിക്കാൻ പോയാൽ നിങ്ങളുടെ അസ്ഥികളിൽ പാപം നിറയും. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളുടെ അസ്ഥികളിലുള്ള അഭിഷേകം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഇന്ന് പകൽ പാപം നമ്മെ വശീകരിക്കരുത്. യോബ് പറഞ്ഞതുപോലെ അവന്റെ അസ്ഥികളിൽ യൗവനം നിറഞ്ഞിരിക്കുന്നു. അതേ, എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ഒരു ദൈവപൈതന്റെ ജീവിതത്തിൽ പലവിധമായ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വെല്ലുവിളികളും ആരോപണങ്ങളും വരുമ്പോഴും നമ്മുടെ അസ്ഥികളിൽ യൗവനം നിറഞ്ഞിരിക്കണം. യോബ് പറഞ്ഞതുപോലെ, ഞാൻ എൻ്റെ കണ്ണുകൊണ്ടൊരു നിയമം ചെയ്തിരിക്കുന്നു. അതേപോലെ നാം നമ്മുടെ കണ്ണുകൊണ്ടൊരു നിയമം ചെയ്യണം. നമുക്ക് ഈ ലോകത്തിന്റെ പ്രലോഭനങ്ങളിലേക്ക്, ഈ ലോകത്തിന്റെ ഇമ്പങ്ങളിലേക്ക്, ലോകത്തിന്റെ ഇഷ്ടങ്ങളിലേക്ക് ഞാൻ നിങ്ങളും വഴുതി പോകാതെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമുക്കൊരു നിയമം ചെയ്യുവാൻ കഴിയണം. രക്തം ചെയ്യും വിശ്വസിക്കുന്ന ദൈവമക്കൾ രാമൻ പറഞ്ഞാട്ട് ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. 33 തിരുവയസ്സ് ഈ ഭൂമി ജീവിച്ചപ്പോൾ ഒരു പാപവും തന്റെ ജീവിതത്തിൽ പ്രവേശിക്കാതെ തന്റെ അസ്ഥികളിൽ മുഴുവൻ യൗവനം നിറഞ്ഞിരുന്നത് പോലെ, ഹല്ലേലൂയ, തന്റെ അസ്ഥികളിൽ പിതാവായ ദൈവത്തിന്റെ അഭിഷേകം നിറഞ്ഞിരുന്നത് പോലെ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ക്രമീകരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ നിത്യത നിങ്ങൾക്ക് നഷ്ടപ്പെടും. അതായത് ഇവിടെ നമ്മൾ ജീവിച്ച് നമ്മുടെ നിത്യത നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കടന്നില്ലെന്ന് നരകത്തിലാണ് ഓർത്തോണം. നരകത്തിൽ ഒരിക്കലും സമാധാനമില്ല, സ്വസ്ഥതയില്ല. അവിടെ എന്നും കണ്ണുനീരിന്റെ അനുഭവങ്ങളാണ്. അവിടെ എന്നും നിരാശയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവവചനം. അപ്പോൾ ഇവിടെ ദൈവവചനം വായിച്ചത് നമ്മുടെ അസ്ഥികളിൽ തന്നെ യൗവനം നിറയണം, അഭിഷേകം നിറയണം. അപ്പോൾ ഇതിൻ്റെ ഒരു മറുവശം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന സ്തോത്രം, നമ്മൾ സദൃശവാക്യം 15-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ കാണുന്നത് കണ്ണിൻ്റെ ശോഭ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. ഹല്ലേലൂയ. നല്ല വർത്തമാനം അസ്ഥികളെ തണുപ്പിക്കുന്നു എന്ന്. അതേപോലെ ദൈവം നമുക്ക് കണ്ണിന് ശോഭ തന്നത് നല്ലതിനെ കാണുവാൻ വേണ്ടിയിട്ടാണ്. സ്തോത്രം. ഹല്ലേലൂയ. കണ്ണിന് ശോഭ തന്നത് നമ്മുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണുന്നത്, നിങ്ങളുടെ കണ്ണുകൊണ്ട് നോക്കുന്നത് ഇത്രമാത്രം നിങ്ങളുടെ കണ്ണുകൾക്ക് ശോഭ തന്നിരിക്കുന്നത് നിങ്ങൾ ദൈവത്തെ കാണാനാണ്, ദൈവികമായ കാര്യങ്ങൾ കാണാനാണ്. അത് നിങ്ങളുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കും. ഹല്ലേലൂയ. നല്ല വർത്തമാനം ഹല്ലേലൂയ അസ്ഥികളെ തണുപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മുടെ നല്ല വർത്തമാനം ആദ്യം നമ്മുടെ അസ്ഥികളെ തണുപ്പിക്കും. നമ്മുടെ നല്ല വർത്തമാനം നമ്മൾ സംസാരിക്കുന്നവരുടെ അസ്ഥികളെ തണുപ്പിക്കുവാൻ കാരണമാകും. അതേപോലെ നമുക്ക് ചുറ്റിലും കണ്ണോടിച്ചാൽ ഹല്ലേലൂയ പലരും ഭാരങ്ങൾ, പ്രയാസങ്ങൾ, സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, കണ്ണുനീരിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരാണ്. സ്തോത്രം. രക്തം ചെയ്യും. അവരൊരു ആശ്വാസത്തിന് വേണ്ടി കൊതിക്കുന്നവരായിരിക്കാം. അങ്ങനെയുള്ളിടത്തേക്ക് നിങ്ങളെ ദൈവം അയക്കുമ്പോൾ ഹല്ലേലൂയ, നിങ്ങളുടെ കണ്ണിൻ്റെ ശോഭ കൊണ്ട് നിങ്ങൾ നോക്കുന്നത് അവരുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന തരത്തിലായിരിക്കണം. നിങ്ങളുടെ നല്ല വർത്തമാനം ഹല്ലേലൂയ അവരുടെ ആസ്തികളെ തണുപ്പിക്കുന്നതായിരിക്കണം. വിശ്വസിക്കുന്ന ദൈവമക്കളെ രാമൻ പറഞ്ഞാട്ട് ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു പ്ലാനുണ്ട്, ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. നിങ്ങൾക്ക് കണ്ണിന് ശോഭ തന്ന് നിങ്ങളെ ഈ ലോകത്തിലാക്കി വെച്ചിരിക്കുന്നത് ഹല്ലേലൂയ. ഈ ലോകത്തിൽ സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, സ്വസ്ഥതയില്ലാതെ അനേക ജീവിതങ്ങൾ കഷ്ടതയുടെ നടുവിലൂടെ കടന്നു പോകുന്നുണ്ട്. അവരുടെ അരിയിലേക്ക് നിങ്ങളെ ദൈവം അയച്ചിട്ട് ഹല്ലേലൂയ, അവരുടെ സങ്കടങ്ങളിൽ, അവരുടെ വേദനകളിൽ ഹല്ലേലൂയ, നിങ്ങളുടെ കണ്ണുകൊണ്ടത് കാണുമ്പോൾ നിങ്ങൾ മുഖാന്തരം അവരുടെ ഹൃദയത്തിൽ സന്തോഷമുണ്ടാകണം. നിങ്ങളുടെ ഹൃദയത്തിലും സന്തോഷമുണ്ടാകണം. നിങ്ങളുടെ നല്ല വർത്തമാനം അവരുടെ അസ്ഥികളെ തണുപ്പിക്കണം. അത് നിങ്ങളുടെ അസ്ഥികളെ തണുപ്പിക്കണം. ഹല്ലേലൂയ. രക്തം ചെയ്യും. ഈ ദൈവവചനത്തിനൊക്കെ വളരെ ഹല്ലേലൂയ മാധുര്യമേറിയ അനുഭവങ്ങളാണ്. ഇപ്പം സദൃശവാക്യം 16-ാം അധ്യായം അതിന് 24-ാമത്തെ വാക്യത്തിലേക്ക് ഇവരും കാണുന്നുണ്ട്. ഇമ്പമുള്ള വാക്ക് തേൻകട്ടയാകുന്നു നാം. ഹല്ലേലൂയ. ഇമ്പമുള്ള വാക്ക് തേൻകട്ടയാകുന്നു, മനസ്സിന് മധുരവും അസ്ഥികൾക്കത് ഔഷധവുമാകുന്നു. ഹല്ലേലൂയ. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന പിതാവേ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് നിങ്ങൾ ഓർപ്പിക്കുന്നത് ഇമ്പമുള്ള വാക്ക് തേൻകട്ടയാകുന്നു. നിങ്ങളുടെ വാക്കുകൾ തേൻകട്ട പോലെ ആയിരിക്കണം. ഹല്ലേലൂയ. നിങ്ങളുടെ മനസ്സിനത് മധുരമായി മാറണം. അസ്ഥികൾക്കത് ഔഷധമായിരിക്കണം. നിങ്ങളെ മറ്റൊരാളുടെ മുമ്പിലേക്ക് അയക്കുമ്പോൾ, നിങ്ങൾ മറ്റൊരാളുമായി സംസാരിക്കുമ്പോൾ, മറ്റൊരാളുമായി നിങ്ങൾ ഇടപെടുമ്പോൾ ഹല്ലേലൂയ, നിങ്ങളുടെ ഇമ്പമുള്ള വാക്ക് തേൻകട്ടയാണെങ്കിൽ അത് ആ മനുഷ്യനും തേൻകട്ടയായി മാറും. ഹല്ലേലൂയ.
അങ്ങനെ ചില മനുഷ്യരിലേക്ക് ഇരിക്കും നമ്മൾ സംസാരിക്കുമ്പോൾ അവരുടെ ചില വാക്കുകൾ കേട്ടാൽ അല്ലുരിയ നമ്മൾ എത്ര വലിയ വേദനയോടുകൂടി ചെന്നാലും അത് അവിടെ അങ്ങ് മറന്നു പോകും. കാരണം എന്താ, ഇമ്പമുള്ള വാക്കുകൾ തേൻകട്ട പോലെ നമ്മുടെ വേദനയിലേക്ക്, നമ്മുടെ ആ സങ്കടത്തിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ആ സങ്കടമൊക്കെ അങ്ങ് മറന്നു പോകും. സ്തോത്രം. കാരണം ആ ചിലരുടെ വാക്കുകൾക്കകത്ത് അങ്ങനെയുണ്ട്. അത് ദൈവാത്മാവ് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ വാക്കുകൾ ഇമ്പമുള്ള തേൻകട്ടയായിരിക്കണമെന്നാണ്. അല്ലേലൂയ. അത് മനസ്സിന് മധുരമായിരിക്കണം. നിങ്ങളുടെ മനസ്സിന് മധുരമായ വാക്കുകൾ മാത്രമേ നിങ്ങൾ പ്രസ്താവിക്കാവുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. അവ അസ്ഥികൾക്ക് ഔഷധമാണ്. കേൾക്കുന്നവൻ്റെ അസ്ഥികൾക്ക് ഔഷധമാണ്. പറയുന്ന നിങ്ങളുടെ അസ്ഥികൾക്ക് ഔഷധമാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ ആമേൻ പറഞ്ഞാട്ട്. നമ്മൾ ചില ആൾക്കാരുമൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ ചിലരുടെ വാക്കുകളൊക്കെ കേട്ടാൽ നമ്മൾ ഓടി ഒളിക്കുക അവിടെ. ഹല്ലേലൂയ. ചിലരുടെ വാക്കുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ആ പരിസരത്തൂടെ പോകത്തില്ല. ഹല്ലേലൂയ. ഇവിടെ ദൈവവചനം എന്താണ് പറയുന്നത്? ഇമ്പമുള്ള വാക്ക് തേൻകട്ടയാകുന്നു, മനസ്സിന് മധുരവും അസ്ഥികൾ ഔഷധവുമാകുന്നു. അതേ ഇന്ന് പകൽ പ്രിയരെ, ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനങ്ങളിലൊക്കെ നാം നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളെല്ലാം മറ്റുള്ളവർക്ക് ഔഷധമായി മാറണം. ഇത് കൊറോണയുടെ കാലഘട്ടമാണ്. മരണം കൂടെ കൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മരണം ഏത് നിമിഷവും വരാം. പണ്ടൊക്കെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒരു മാറാരോഗമൊക്കെ വന്ന ഒരു രാഷ്ട്രങ്ങളിൽ വരികയാണ്. ആ രാഷ്ട്രങ്ങളിൽ വന്നിട്ട് അതിന് മരുന്ന് കണ്ടുപിടിച്ചതിന് അതിന് മരുന്ന് കണ്ടുപിടിച്ചത് അവിടെ കുറയുകയാണ്. എന്നാൽ ഈ 2020 വന്ന മഹാമാരി എന്ന് പറയുന്നത് ലോകവ്യാപകമായാണ് വന്നിരിക്കുന്നത്. ഈ ചരിത്രത്തിൽ, ലോക ചരിത്രത്തിൽ ആദ്യത്തെ ഒരു സംഭവമാണ്. ഇങ്ങനെ ഇത്രമാത്രം മാരകമായ രോഗം ലോകത്തിൽ മുഴുവൻ നിന്ന് ഇത്രമാത്രം മനുഷ്യനെ മരിപ്പിച്ചിരിക്കുന്ന, മനുഷ്യൻ മരിച്ചുകൊണ്ടിരിക്കുന്ന, മനുഷ്യന്റെ ഹൃദയത്തെ സങ്കടപ്പെടുത്തുന്ന, മനുഷ്യനെ വേദനിപ്പിക്കുന്ന ഒരു അനുഭവം ഇപ്പോഴാണ് സംഭവിക്കുന്നത്. ഇവിടെ പ്രിയരെ, ഞാൻ നിങ്ങൾ ജീവിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ അസ്ഥികളിൽ യൗവനം നിറഞ്ഞിരിക്കണം. ഹല്ലേലൂയ. നമ്മുടെ അസ്ഥികളിൽ അഭിഷേകം നിറഞ്ഞിരിക്കണം. നമ്മുടെ വാക്കുകൾ ഇമ്പമുള്ള തേൻകട്ടയാകണം. അത് നമ്മുടെ മനസ്സിന് മധുരമായിരിക്കണം. അസ്ഥികൾക്ക് ഔഷധമായിരിക്കണം. ഹല്ലേലൂയ. നിങ്ങളിലൂടെ മറ്റൊരാൾ ഹല്ലേലൂയ തണുപ്പേകുവാൻ കഴിയണം. നമ്മളുടെ മറ്റൊരാളെ തണുപ്പേകുവാൻ കഴിയണം. സ്തോത്രം. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനമൊക്കെ അത്ര ശ്രേഷ്ഠകരമായ രീതിയിൽ നമ്മെ ഓർപ്പിക്കുന്നത്. സ്തോത്രം. എന്താണ് ദൈവത്തിൻ്റെ വാഗ്ദത്തം നമ്മോട് പറയുവാനുള്ളത്? അതേപോലെ ദൈവത്തിന് ചില വാഗ്ദത്തം നമ്മളോട് പറയുവാനുണ്ട്. ദൈവത്തിന് നമ്മോട് പറയുവാനുള്ള വാഗ്ദത്തമാണ് യെശയ്യാവിന്റെ പുസ്തകം 58-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം വായിക്കുന്നത്. ഇന്ന് പകൽ ഈ ദൈവവചനം വായിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഈ വാഗ്ദത്തങ്ങൾ പ്രാപിക്കുവാൻ കഴിയണം. യെശയ്യാവിന്റെ പുസ്തകം 58:11 എന്താണ് പറയുന്നത്? സ്തോത്രം. നിന്റെ അന്ധകാരം മധ്യാഹ്നം പോലെയാകും. യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്തിലും നിന്റെ വിശപ്പടക്കി നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും. ഹല്ലേലൂയ. എത്ര അനുഗ്രഹിക്കപ്പെട്ട വചനമാണ്. അതേപോലെ 33 തിരുവയസ്സുകാരനായിരിക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ യൗവനം നമ്മുടെ അസ്ഥികളിൽ ഉണ്ടെങ്കിൽ, ആ യേശുക്രിസ്തുവിന്റെ ആ അഭിഷേകം നമ്മുടെ മേൽ ഉണ്ടെങ്കിൽ എന്താണ് കർത്താവ് പറയാൻ? നിന്റെ അന്ധകാരം മധ്യാഹ്നം പോലെയാകുമെന്ന്. ഇന്ന് പകൽ ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സ്നേഹിതരെ, അവനെ കേൾക്കുന്ന സഹോദര സഹോദരി, ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ അന്ധകാരത്തെ മധ്യാഹ്നം പോലെ ആക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവരെ കരങ്ങൾ തട്ടിയെന്ന് ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിനും പറയണം അന്ധകാരം പോലെയാകും. യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തും. യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്തിലും നിന്റെ വിശപ്പടക്കുമെന്ന്. അതെ, ഇപ്പം കൊറോണ ആകട്ടെ 1.5 വർഷമായിട്ട് ജോലിയില്ല, പണികളില്ല, എല്ലാം അടഞ്ഞു കിടക്കുകയാണ്. വളരെ കഷ്ടതയുടെ നടുവിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് പ്രിയരെ, നിങ്ങളുടെ ആസ്തികളിൽ ദൈവത്തിൻ്റെ യൗവനവും ദൈവത്തിൻ്റെ അഭിഷേകമാണ് വസിക്കുന്നെങ്കിൽ നിങ്ങളുടെ അന്ധകാരത്തെ മധ്യാഹ്നം പോലെയാക്കി എല്ലായ്പ്പോഴും ദൈവം നിങ്ങളെ വരണ്ട നിലത്തിൽ നടത്തി നിങ്ങളുടെ വിശപ്പ് അടക്കി നിങ്ങളുടെ ആസ്തികളെ ബലപ്പെടുത്തുമെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ഈ ദൈവത്തിനെ ഏറ്റെടുത്ത ഇന്ന് പകൽ ഒരു വിടുതൽ സംഭവിക്കുമെന്ന്. ഹല്ലേലൂയ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഹല്ലേലൂയ നിങ്ങൾ കഷ്ടതയുടെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ, ബിസിനസ്സിൽ പരാജയപ്പെട്ട് ജോലിയിൽ തളർന്ന് ജോലികളൊക്കെ വെട്ടിക്കുറച്ച് സാലറികളൊക്കെ കുറഞ്ഞ് കടക്കടികൾ കൊണ്ട് നിൽക്കുമ്പോൾ വാടക കൊടുക്കുക മാർഗമില്ലാതെ നിങ്ങൾ ജീവിതത്തിൽ മുന്നോട്ട് തള്ളിപ്പോകുന്ന വ്യക്തിയാണോ? അന്ധകാരം പോലെ നിങ്ങളുടെ ജീവിതം ആയി തീർന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ പകൽക്കാൽ ശക്തമായിട്ട് പറയുന്നത് ഹല്ലേലൂയ അന്ധകാരത്തെ നീക്കുവാൻ പോവുകയാണ് കർത്താവ്.
അല്ലെങ്കിൽ അവിടെ ദൈവം പറയുന്നത് അന്ധകാരം മധ്യാഹ്നം പോലെയാകാൻ പോവുകയാണ്. ദൈവം പുതുവഴി തുറക്കാൻ പോവുകയാണ്. വരണ്ടതിലത്തിൽ നിന്ന് വിശപ്പടക്കും, നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും. ആ വാക്യ താഴോട്ട് വായിക്കുമ്പോൾ നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം പറ്റിപ്പോകാത്ത നീരുറവ് പോലെയാകുന്ന സ്തോത്രം. നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം പറ്റിപ്പോകാത്ത നീരുറവ്. നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും, തലമുറയായി കിടക്കുന്ന അടിസ്ഥാനങ്ങളെ നീ കെട്ടിപ്പോക്കും. കേട് തീർക്കുന്നവനെന്നും കുടിയിരിപ്പാൻ ആമേൻ തക്കവണ്ണം പാതകളെ യഥാസ്ഥാനത്താക്കുന്നവനെന്നും നിനക്ക് പേർ പറയും. അല്ലേറിയ അത് നിങ്ങളിലൂടെ ശക്തമായ ദൈവപ്രവൃത്തി ദൈവം ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്നു. അത് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, അടുത്തൊരു നാളുകൾ ദൈവം നമുക്ക് സമയം തരുന്നെങ്കിൽ, കർത്താവിൻ്റെ വരവ് താമസിച്ച് നമുക്ക് ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം വഴി ഒരുക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയാണ് സ്തോത്രം നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും. അല്ലേലൂയ. നിങ്ങളുടെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും. തലമുറയായി കിടക്കുന്ന അടിസ്ഥാനങ്ങളെ നീ കെട്ടിപ്പോക്കും. കേട് തീർക്കുന്നവനും കുടിയിരിപ്പാൻ തക്കവണ്ണം പാതകളെ യഥാസ്ഥാനപ്പെടുത്തുന്നവനെന്നും നിനക്ക് പേർ പറയും. നീ എൻ്റെ വിശുദ്ധ നിവാസത്തിൽ നിന്റെ കാര്യാദികൾ നോക്കാതെ ശബത്തിൽ നിന്റെ കാൽ അടക്കി വെച്ച് ശബത്തിനെ നീ ഒരു സന്തോഷം എന്ന് യഹോവയുടെ വിശുദ്ധ ദിവസത്തെ ബഹുമാന യോഗ്യമെന്നും നീ പറയും. അല്ലേറിയ അത് ദൈവം നിങ്ങളുടെ ചില നന്മകൾ ചെയ്യാൻ പോവുകയാണ്. ദൈവം നിങ്ങൾക്കൂടെ ചില ദൈവപ്രവൃത്തി ചെയ്യാൻ പോവുകയാണ്. ഇന്ന് പകൽ പ്രിയരെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളെ മാറ്റിത്തരുവാൻ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന് കഴിയും. നിങ്ങൾ കടന്നു പോകുന്ന വലിയ ആ അനുഭവത്തെ, ആ സങ്കടത്തെ, ആ നീറുന്ന അനുഭവത്തെ മാറ്റുവാൻ ദൈവത്തിന് കഴിയും. അല്ലേലൂയ. അതുകൊണ്ട് യോബ് പറഞ്ഞതുപോലെ പറയണം. അല്ലേലൂയ. അല്ലിയ അവൻ്റെ യൗവനമാസ്തികളിൽ നിറഞ്ഞിരിക്കുന്നു. അതായത് സോബർ തനിക്ക് നേരെ ഒരുപാട് ദുരാരോപണങ്ങൾ കൊണ്ടുവന്നപ്പോൾ ഒരുപാട് ആരോപണങ്ങൾ യോബിന് നേരെ കൊണ്ടുവന്നപ്പോഴും യോബ് അവിടെ പറയുന്നത് സ്തോത്രം. ദുഷ്ടന്മാർക്കുള്ള ന്യായവിധി ഉണ്ടാകും. എന്നാൽ ഭക്തന്റെ ജീവിതത്തിൽ യൗവനം കൊണ്ട് നിറയും. പിന്നത്തേതിൽ യോബിന് സംഭവിച്ചത് എന്താണ്? യോബ് 42-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവം തൻ്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തി നമ്മൾ വായിക്കുന്നുണ്ട്. ആ ഭാഗത്തേക്ക് നമ്മൾ കടന്നു പോകുന്നില്ല. നാം വായിച്ച വചനം എന്താണ്? സ്തോത്രം. അവൻ്റെ ആസ്തികൾ യൗവനം നിറഞ്ഞിരിക്കുന്നു. അവരോടുകൂടെ പൊടിയിൽ കിടക്കും. അതെ, ഇന്ന് പകൽ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സ്നേഹിതരെ, നിങ്ങളുടെ ആസ്തികളിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ യൗവനം കൊണ്ട് നിറയട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അഭിഷേകം നിങ്ങൾ നിറയട്ടെ. നിങ്ങളുടെ ആസ്തികളിലെ അഭിഷേകമാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പ്രാധാന്യം. അല്ലേലൂയ. സ്തോത്രം. മനുഷ്യൻ മരിച്ച് മണ്ണോട് ചേർന്നാലും ആ മനുഷ്യന്റെ ശരീരം മാത്രമേ മണ്ണിൽ ലയിക്കുന്നുള്ളൂ. ആ മനുഷ്യന്റെ അസ്ഥിക്കുള്ളിൽ ദൈവം പകർന്നിരിക്കുന്ന അഭിഷേകവും ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നില്ല. കാരണം ഉദാഹരണമുണ്ട്. ഏലിശയെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതാണ്. ഏലിശ മരിച്ചടക്കം ചെയ്യപ്പെട്ടു 1 വർഷം കഴിഞ്ഞ് ആ ശവക്കുഴി മറ്റൊരുവനെ കൊണ്ടിട്ടപ്പോൾ ഏലിശയുടെ അസ്ഥി തൊട്ടപ്പോൾ എന്ത് ചെയ്തു? അവൻ ചാടി എഴുന്നേറ്റെന്നുള്ള ജീവിച്ചെന്നുള്ളതാണ്. അപ്പോൾ ഏലിശയുടെ അസ്ഥികൾ അഭിഷേകവും അപ്പോഴുണ്ട്. അപ്പോൾ ഒരു ഭക്തന്റെ അസ്ഥികൾക്കകത്തുള്ള അഭിഷേകം, അതേപോലെ നിങ്ങളുടെ ഉള്ളിൽ അഭിഷേകം നിലനിൽക്കണം. ഞാൻ വായിച്ച ദൈവത്തിലേക്ക് വന്ന് പ്രാർത്ഥിക്കൊണ്ട് ആഗ്രഹിക്കുകയാണ്. യോബ് പറയുകയാണ്, അല്ലേലൂയ, അവൻ്റെ ആസ്തികൾ യൗവനം നിറഞ്ഞിരിക്കുന്നു എന്ന്. അതേ പ്രിയരെ, ഇന്ന് നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. നമ്മുടെ ആസ്തികൾ യൗവനം കൊണ്ട് നിറയട്ടെ. നമുക്ക് കർത്താവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായി. കർത്താവ് വരാൻ സമയമായി. നമ്മളെല്ലാം ഇവിടെ പോകാൻ സമയമായി. പ്രിയരെ, നമ്മളിവിടെ നഷ്ടപ്പെട്ടു പോകരുത്. പാപം നമ്മുടെ അസ്ഥികളിൽ വസിച്ചിട്ട് നാം നിത്യ നരകത്തിലേക്ക് പോകാതെ നാം പാപമില്ലാത്ത ജീവിതം നയിച്ച് നമ്മുടെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരത്തക്കവണ്ണം വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ ഇന്ന് പകൽ ഏൽപ്പിച്ചു കൊടുക്കാം. അല്ലേലൂയ. ഭക്തനായിരിക്കുന്ന യോബിനെ പോലെ. അല്ലേലൂയ. എല്ലാ കണ്ണുകളും അടച്ചാട്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, പ്രിയ മാതാവി പിതാവി, നിങ്ങളുടെ കുടുംബത്തെ അല്ലേലൂയ കുടുംബത്തിൻ്റെ അന്ധകാരത്തെ ദൈവം നീക്കാൻ പോവുകയാണ്. അല്ലേലൂയ. സ്തോത്രം. അല്ലേലൂയ. നിങ്ങളെ വരണ്ട നിലത്തിൽ നടത്തുകയും നിങ്ങളുടെ വിശപ്പടക്കി നിങ്ങളുടെ അസ്ഥികളെ ബലപ്പെടുത്തുകയും അല്ലേലൂയ ചെയ്യുന്നവരാണ് നമ്മുടെ കർത്താവ്. അല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ ഇന്ന് പകൽ യേശുക്രിസ്തുവിനുണ്ടായിരിക്കുന്ന യൗവനം, യേശുക്രിസ്തുവിനുണ്ടായിരുന്ന അഭിഷേകം കൊണ്ട് നിറയട്ടെ. എല്ലാ കണ്ണുകളും അടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗ്ഗീയ പിതാവി, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. കർത്താവ്, ഞങ്ങളുടെ കേരളത്തെ, ഭാരതത്തെ, ലോക രാജ്യങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. 7 വൻകരകളെ ഓർക്കുകയാണ്. തെക്കേ അമേരിക്കയും വടക്കേ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങൾ, ഏഷ്യൻ, ആഫ്രിക്ക, ഓസ്ട്രേലിയൻ രാജ്യങ്ങൾ, അന്റാർട്ടിക്ക 7 രാജ്യങ്ങൾ, 7 ഭൂഖണ്ഡങ്ങളുമായി 800 കോടിയിലധികം വരുന്ന ജനത്തിനായി സ്തോത്രം. കർത്താവ്, വിദേശ പൗരന്മാരെ ഓർക്കുന്നു. ഇന്ത്യ വംശജരെ ഓർത്ത് പ്രാർത്ഥിക്കും. ഈ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥന, തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പഠിക്കുന്നവർക്കായി സ്തോത്രം. കർത്തൃദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അല്ലേലൂയ.
ഹല്ലേലൂയ കർത്താവേ, രാഷ്ട്ര തലവന്മാർ, ഹല്ലേലൂയ രാജാക്കന്മാർ, രാജ്ഞിമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഹല്ലേലൂയ കർത്താവേ, പട്ടാള മേധാവികൾ, സ്തോത്രം, ഹല്ലേലൂയ വിവിധ ഗോത്ര വിഭാഗങ്ങളെ ഭരിക്കുന്ന പ്രമാണി ഗവർണർമാർ, അവരെല്ലാം ദൈവങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവേ, അവരെല്ലാം ജീവിതത്തിൽ ദൈവത്തിൻ്റെ അഭിഷേകം കൊണ്ട് നിറയുവാൻ, ഹല്ലേലൂയ അവരുടെ യൗവനം പാപത്തിൽ വിട്ടുകൊടുക്കാതെ, ഹല്ലേലൂയ അവരുടെ അസ്ഥികളിൽ കർത്താവായ യേശുക്കളുടെ യൗവനം നിറയേണ്ടതിനായി ഞങ്ങൾ ദൈവങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കേരളത്തിൻ്റെ കർത്താവി പഞ്ചായത്ത്, വില്ലേജ്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ഹല്ലേലൂയ സ്തോത്രം, ബ്ലോക്ക്, താലൂക്ക്, ജില്ലാ തലങ്ങളിൽ ദൈവത്തിൻ്റെ കരം ചരിക്കട്ടെ. ഹല്ലേലൂയ എല്ലാ അധികാരികളെ ദൈവങ്ങൾ ഏൽപ്പിക്കുകയാണ്. 21 സംസ്ഥാന മുഖ്യമന്ത്രിമാർ, MLA മാർ, ഗവർണർമാർക്കായി, കളക്ടർമാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരിൽ കർത്താവി ദൈവ സാന്നിധ്യം നിറയപ്പെടണം. പ്രധാനമന്ത്രിക്കായി പ്രാർത്ഥിക്കുന്നു, പ്രസിഡന്റായി പ്രാർത്ഥിക്കുന്നു, ഉപരാഷ്ട്രപതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലോകസഭ, രാജ്യസഭ, നിയമസഭ സ്പീക്കർമാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ഡെപ്യൂട്ടി സ്പീക്കർമാർ, ചീഫ് വിപ്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്ത കർത്താവി ചീഫ് സെക്രട്ടറിമാർക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാ പേഴ്സണൽ സ്റ്റാഫുകൾ, നിയമ ഉപദേശന്മാരെ, ഭരണതന്ത്രജ്ഞന്മാരെ ഓർക്കുകയാണ്. IAS, ISF, IPS രംഗം നിൽക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ എല്ലാ സിവിൽ ഉദ്യോഗസ്ഥന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. രാജ്യസഭ, ലോകസഭ MP മാർക്കായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ക്യാബിനറ്റ് മന്ത്രി, സഹമന്ത്രിമാരെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. വിദേശകാര്യ വകുപ്പിനായി പ്രാർത്ഥിക്കുന്നു. പ്രതിരോധ വകുപ്പിനായി പ്രാർത്ഥിക്കുന്നു. കാർഷിക മന്ത്രാലയത്തിനായി പ്രാർത്ഥിക്കും. കായിക മന്ത്രാലയത്തിൽ പ്രാർത്ഥിക്കും. ടൂറിസം വകുപ്പിനായി പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം കർത്താവേ, റെയിൽവേ മന്ത്രാലയത്തിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ അധികാരികളോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവിയുടെ ആഭ്യന്തര വകുപ്പിന് വേണ്ടി പ്രാർത്ഥിക്കും. ആഭ്യന്തരമന്ത്രി, ആഭ്യന്തര സെക്രട്ടറി, പോലീസ് അധികാരികൾ, പോലീസിൻ്റെ വിവിധ വകുപ്പുകൾക്കായി പ്രാർത്ഥിക്കും. പകലില്ലാതെ അധ്വാനിക്കുക പോലീസിനെയും അവരുടെ സേവനത്തെ, അവരുടെ കുടുംബങ്ങളുടെ തലമുറയുടെ കുഞ്ഞുങ്ങളുടെ സൗകര്യമാരുടെ മാതാപിതാക്കളെ സൂക്ഷിക്കണമേ. ജനങ്ങളുമായി ശണ്ടയിടാതെ കർത്താവി പോലീസ് അവരുടെ കർത്താവി നിയമങ്ങൾ നടത്തുവാൻ, ഹല്ലേലൂയ അവർക്ക് അതിനുള്ള സാഹചര്യം കർത്താവ് ജനങ്ങൾ ഒരുക്കപ്പെടുന്നതായി പ്രാർത്ഥിക്കും. ജനമവരുമായി ശണ്ടയിടാതെ പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകാൻ പ്രാർത്ഥിക്കുകയാണ്. എക്സൈസ് ഫോറസ്റ്റ് വിഭാഗങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ മോട്ടോർ വകുപ്പിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവി രഹസ്യാന്വേഷണം അയക്കുന്ന ക്രൈംബ്രാഞ്ച്, CBI, ഇന്റർപോൾ, ഇറങ്ങുന്ന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷനായി, ന്യൂനപക്ഷ കമ്മീഷനായി, വനിതാകക്ഷ കമ്മീഷനായി, കർത്താവി വിവരാവകാശ കമ്മീഷനായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവിയുടെ മനുഷ്യാവകാശ കമ്മീഷനോട് പ്രാർത്ഥിക്കുന്നു. ആസൂത്രണം പോകുന്ന അധ്യക്ഷന്മാർ, ഹല്ലേലൂയ സ്തോത്രം സാമ്പത്തിക വിദഗ്ധന്മാരോട് പ്രാർത്ഥിക്കുകയാണ്. കരയിലും കടലിലും ആകാശമാർഗം വാഹനം ഓടിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നത്, യാത്ര ചെയ്യുന്നവർക്കായി, വാഹന നിർമ്മാതാക്കൾക്ക്, വിൽപ്പനക്കാർക്കായി പ്രാർത്ഥിക്കുന്നു. എയർപോർട്ട് ജീവനക്കാർക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാ എയർ കസ്റ്റംസ് ഓഫീസർമാരെയും എല്ലാ എയർ ഹോസ്റ്റിലേക്ക് ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ എല്ലാ ചാർട്ടേഡ് അക്കൗണ്ടന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. കരസേന, വ്യോമസേന, നാവികസേന മേധാവികൾക്കായി, അതിർത്തികൾ കാക്കുന്ന VSFിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ CRPFിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കും. അതിർത്തികളിൽ താമസിക്കുന്നവരോട് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ കർത്താവിയുടെ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി ഡോക്ടർമാർ, നഴ്സുമാർ, മെഡിക്കൽ വിഭാഗത്തിൽപ്പെട്ട എല്ലാവരെയും, എല്ലാ ചാരിറ്റി വർക്ക് ചെയ്യുന്ന സോഷ്യൽ വർക്ക് ചെയ്യുന്നവരെയും, എല്ലാ സാമൂഹിക വർക്ക് ചെയ്യുന്ന സന്നദ്ധ സംഘങ്ങളിൽ ചാരിറ്റി വർക്ക് ചെയ്യുന്നവർ, സോഷ്യൽ മീഡിയ പത്രപ്രവർത്തനങ്ങൾ ഓർക്കുകയാണ്. മത, സാമൂഹിക, സാംസ്കാരിക സംഘടനാ രംഗങ്ങളിൽ നിൽക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. സകല രാഷ്ട്രീയ മത നേതാക്കന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കണം. അവരിൽ എല്ലാം ക്രിസ്തുവിൻ്റെ സാന്നിധ്യം വെളിപ്പെടുവാൻ ഞങ്ങൾ ദൈവകരങ്ങൾ ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്കൂളുകളെല്ലാം തുറക്കപ്പെടുവാൻ, സ്കൂളിൽ കടന്നു പോയി പഠിക്കുവാനുള്ള ക്രിയാമി വഴിയെടുക്കണമേ. അവരുടെ ഭാവി അനുഗ്രഹമാക്കണം. ഹല്ലേലൂയ ടെലിഫോൺ മേഖലയിൽ ക്യാമ ആയിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. താപാലങ്കത്തായിരിക്കുന്നവർ പ്രാർത്ഥിക്കും. ചെറുതും വലുതുമായ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളെയും, എല്ലാ കമ്പനികളിൽ ജോലി ചെയ്തതിൻ്റെ ഉടമസ്ഥരാക്കായി, എല്ലാ ഡയറക്ടർ ബോർഡിനവർ പ്രാർത്ഥിക്കും. ഭാഗ്യമേലി പണിയെടുക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ സകലമേലും പുതുമേഖല ആയിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. വഴിയോര കച്ചവടം ചെയ്യുന്ന എല്ലാ വ്യാപാരികളെല്ലാം അടച്ചുകൂട്ടി ഭവനത്തിലെ അവരുടെ കച്ചവടങ്ങൾ ആരംഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. ലോക്ക്ഡൗൺ എത്രയപ്പെട്ടത് പിൻവലിച്ച് കർത്താവ് എല്ലാ വാഹനങ്ങളും എല്ലാ മോട്ടോർ വാഹന വിഭാഗങ്ങളും ഓടുവാൻ, ട്രെയിൻ സർവീസ് ആരംഭിക്കും. വിദേശത്തുള്ള വിമാന സർവീസ് ആരംഭിക്കുവാൻ ഞങ്ങൾ ദൈവങ്ങൾ ഏൽപ്പിക്കുന്നു. എല്ലാ മേഖലയും അത്ഭുതം ഞാൻ ഇതൊക്കെ കർത്താവ് കൊറോണ ടെസ്റ്റിന് ചെല്ലുമ്പോൾ എല്ലാം നെഗറ്റീവായി മാറും ഞാൻ പ്രാർത്ഥിക്കുന്നു. വലിയ സൗഖ്യം പ്രാപിക്കുവാൻ, ICU സൗഖ്യം പ്രാപിക്കാനായി പ്രാർത്ഥിക്കുന്നു. ഭവനത്തിൽ കൊറോണസിലായിരിക്കുന്നതിന് സൗഖ്യം പ്രാപിക്കാനായി, ഈ രോഗം പൂർണ്ണമായ കേരളത്തിൽ നിന്ന് മാറുവാൻ, ഭാരതത്തിൽ മാറുവാൻ ദൈവകരങ്ങൾ ഏൽപ്പിക്കുകയാണ്. സയൻറ്റിസ്റ്റുകൾ, എഞ്ചിനീയർമാരെയൊക്കെ പ്രാർത്ഥിക്കുകയാണ്. കാർഷിക മേഖലയോട് കർഷക രംഗത്തായി പ്രാർത്ഥിക്കുന്നു. മെക്കാനിക്കൽ മോട്ടോർ രംഗത്തിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ ട്രേഡിനും പ്രവർത്തനോട് പ്രാർത്ഥിക്കുകയാണ്. സകല മേഖലയിലേക്ക് സകല ജനത്തെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇത് പകൽ സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, ആശ്വാസത്തിൻ്റെ ദിവസമായി മാറട്ടെ. ഞങ്ങൾ ദൈവത്തിനുമായി അവൻ്റെ അസ്ഥികൾ യൗവനം കർത്താവ് വസിക്കുന്നു, വായിക്കുന്ന പോലെ സകല മനുഷ്യൻ്റെ ഹൃദയത്തിലും ജീവിതത്തിലും ഒരു അസ്ഥികളിലും കർത്താവായ യേശുക്രിസ്തുവിന്റെ യൗവനം കൊണ്ട് നിറയുവാൻ, കർത്താവായ യേശുക്രിസ്തുവിന്റെ അഭിഷേകം കൊണ്ട് നിറയട്ടെയാകണമേ. ശത്രുവിൻ്റെ തന്ത്രത്തിൽ കുടുങ്ങിപ്പോകാതെ, പാപത്തിൽ വീണുപോകാതെ, നിത്യത നഷ്ടപ്പെട്ടു പോകാതെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിന് വേണ്ടി കാതോർത്ത് ഹല്ലേലൂയ അഭിഷേകത്തെ നിറഞ്ഞേൽക്കുക സകല ജനത്തെ ഏൽപ്പിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.